എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. രാവിലെ അവൻ കടന്ന് പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പത്രോസ് കർത്താവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കുവൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമങ്ങൾ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമങ്ങളും ക്ഷമിക്കുകയില്ല. സ്തോത്രം. ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞ് യേശു കർത്താവ് രാത്രിയിൽ ബethനിയിൽ പാർത്ത് അടുത്ത ദിവസം രാവിലെ വീണ്ടും യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ കർത്താവിന് വിശന്നിട്ട് വഴിയരികെ നിന്ന അത്തിവൃക്ഷത്തിൽ ഫലം തിരഞ്ഞു. ഫലം കാണാതെ വന്നപ്പോൾ, ഇനി ഒരു നാളും നിന്നിൽ ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അത്തിയെ ശപിച്ചു. സ്തോത്രം. അത്തിവൃക്ഷം ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന എങ്ങനെ ഫലിക്കുമെന്ന് കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നാം വായിച്ച വാക്യത്തിലെ ഉള്ളടക്കം. അടുത്ത പ്രഭാതത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായി തലേ ദിവസം ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം വീണ്ടും കണ്ടു. അത്തിവൃക്ഷം യേശു കർത്താവിൻ്റെ വാക്കിൽ വേരോടെ ഉണങ്ങിപ്പോയത് കണ്ട് പത്രോസ് അത്ഭുതപ്പെടുകയാണ്. ഇവിടെ യേശു കർത്താവ് മറ്റൊരു പാഠം തൻ്റെ ശിഷ്യന്മാരെ അതുപോലെ തന്നെ നമ്മെയും പഠിപ്പിക്കുന്നതിന് ഈ അത്തിവൃക്ഷത്തെ ഉപയോഗിക്കുന്നു. സ്തോത്രം. അതായത് ഒരാൾ പൂർണ്ണ വിശ്വാസത്തോട് അത്തിയോട് ഉണങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഉണങ്ങും. ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിന്മേൽ പ്രവർത്തിക്കും. സ്തോത്രം. നമുക്ക് വേണ്ടത് എന്തു ചോദിച്ചാലും ദൈവം തരുമെന്നല്ല, നമ്മുടെ പ്രാർത്ഥനകൾ ഫലമാകുന്നതിന് ചില നിബന്ധനകളുണ്ട്. സ്തോത്രം. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന. സ്തോത്രം. വിശ്വാസം കൂടാതെയുള്ള പ്രാർത്ഥന ഒന്നും നേടകത്തില്ല. സ്തോത്രം. എന്നുള്ളത് കർത്താവ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അവിശ്വാസത്തോടു കൂടി ഉള്ളൊരു പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നില്ല. അത് ലഭിച്ചു എന്ന് തന്നെ നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, നാം എങ്ങനെ പ്രാർത്ഥിക്കണം? ഒന്ന്, യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കും എന്നുള്ളത് നമുക്ക് അവനോടുള്ള ഉറപ്പാകുന്നു. സ്തോത്രം. നാം എന്തപേക്ഷിച്ചാലും അവൻ നമുക്ക് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് ഉള്ള അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. സ്തോത്രം. അതായത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്തപേക്ഷിച്ചാലും അത് ദൈവം കേൾക്കുന്നു. സ്തോത്രം.
അതായത് ദൈവഹിതപ്രകാരം നാം എന്തപേക്ഷിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇന്ന് ധാരാളം പ്രാർത്ഥനകളുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ഇന്ന് ഉറപ്പില്ല അത് ലഭിക്കുമോ ഇല്ലയോ എന്ന്. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുവെങ്കിൽ നാം ചോദിക്കുന്നത് നമുക്ക് തരും. അത് ഉടനെ തന്നെ ലഭിക്കണമെന്നില്ല. സ്തോത്രം. ഉദാഹരണത്തിന് നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദത്തം നമുക്ക് ഭാവിയിലാണ് ലഭിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ നമുക്കത് ലഭിച്ചു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ മൂന്നാമത്തെ പ്രാർത്ഥനയുടെ നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതായത് തിരുനാമം മഹത്വപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ആധിപത്യവുമുള്ള ഉയർത്ത കർത്താവ്, ആ കർത്താവിൻ്റെ നാമത്തിൽ നാം പരിശുദ്ധാത്മാ വരത്തിനായി പ്രാർത്ഥിക്കണം. നാം അവൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും അവൻ ചെയ്തു തരും. പ്രാർത്ഥനയുടെ ശക്തിക്ക് ഒരു അതിരുമില്ല. സ്തോത്രം. അപ്പോൾ നാലാമതായി നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം ക്രിസ്തുവിലും അവൻ്റെ വചനം നമ്മളിലും വസിക്കേണ്ടതിനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഒന്ന്, പരിശുദ്ധാത്മാവിൽ നമ്മളിൽ വസിക്കണം. 2, അവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കുന്നു എങ്കിൽ അവൻ്റെ നാമത്തിൽ നാം എന്തപേക്ഷിച്ചാലും അവൻ ചെയ്തു തരും. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥന നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് നാം ആയിത്തീരണം. സ്തോത്രം. എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുവാനുള്ള വിശ്വാസവും ഗൈഡൻസും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. ഈ വിധത്തിൽ നാം ക്രിസ്തുവിലാകുമ്പോൾ നാം എന്ത് ചോദിച്ചാലും അത് നടക്കും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്നത് ഒരു തത്വമോ ആചാരമോ വെറും വാക്കുകളോ അല്ല. വിശ്വാസത്തോട് ശരിയായ രീതിയിൽ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ അനന്തമായ ശക്തി നമ്മളിലേക്ക് പകരുന്നു. സ്തോത്രം. ദൈവം ഇപ്പോഴും വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. എന്നാൽ നാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. നാം ഒരു കാര്യം ചോദിക്കുന്നു, ദൈവം തന്നെ ജ്ഞാനത്തിൽ അതിലുപരിയായി മറ്റൊന്ന് നമുക്ക് നൽകുന്നു. സ്തോത്രം. നാം ആഗ്രഹിക്കുന്നതിലും ഉപരിയായി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ഉത്തരം കർത്താവ് നൽകുന്നു. സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, അതായത് ശലോമോൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തതൊക്കെയും തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. ദൈവം വാഗ്ദാനം ചെയ്തത് ദൈവം തക്ക സമയത്ത് ഉത്തരം നൽകി. ഏലിയാവ് മഴയ്ക്കായി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മഴ പെയ്തത് എന്ന് നാം ശ്രദ്ധിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിലും ചില സമയത്ത് ഉത്തരം ലഭിക്കുന്നതിന് കുറേ കാലതാമസം വരുത്തുന്നു. ഏലിയാവ് 7 പ്രാവശ്യമാണ് പ്രാർത്ഥിച്ചത്. സ്തോത്രം.
അനുഭവത്തിൽ ഉത്തരം നമ്മുടെ കൈക്കീഴിൽ കിട്ടുന്നതുവരെ നാം തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ വിഷയത്തിന്മേൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് വിശ്വാസവും ക്ഷമയും അത്യന്താപേക്ഷിതമാണ്. ചിലർക്ക് ക്ഷമയില്ലാതെ ഉടൻ ലഭിക്കുവാൻ ഉള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള പ്രാർത്ഥന ദൈവഹിതമല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ദൈവഹിതമായിരിക്കുകയില്ല. സ്തോത്രം. ചിലർക്ക് ഇൻസ്റ്റൻറ്റ് ആൻസറാണ് വേണ്ടത് ദൈവത്തിൽ നിന്നും. നാം ദൈവഹിതത്തിന് അനുസൃതമായിട്ടാണോ ജീവിക്കുന്നത്? ക്ഷമിക്കാത്ത, ഏറ്റുപറയാത്ത എന്തെങ്കിലും പാപം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ടുണ്ടോ എന്നെല്ലാം നാം സ്വയം പരിശോധന ചെയ്യണം. കർത്താവിനെയും അവൻ്റെ ഹിതത്തെയും മാത്രം അന്വേഷിക്കുക. നാം അവനിൽ മാത്രം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും നമുക്ക് ലഭിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമങ്ങൾ ക്ഷമിക്കേണ്ടതിന്, സ്തോത്രം, നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ. നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമങ്ങളും ക്ഷമിക്കുകയില്ല. പ്രാർത്ഥനയുടെ 5-ാമത്തെ നിബന്ധന യേശു കർത്താവ് നൽകുന്നത്, നാം ആരോടെങ്കിലും നീരസമോ കയ്പോ വച്ചുകൊണ്ടിരിക്കരുത്. നാം ആരോടെങ്കിലും ക്ഷമിക്കുവാൻ മടി കാണിക്കുന്നുവെങ്കിൽ ദൈവത്തോട് അനുസരണക്കേട് നാം കാണിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. സങ്കീർത്തനം 66-ന്റെ 18-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ദാവീദ് രാജാവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം നിരൂപിച്ചിരുന്നുവെങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. നാം ക്ഷമിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് മാത്രമല്ല, അവൻ നമ്മോട് ക്ഷമിക്കാതിരിക്കും. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണത്. നാം നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുന്നതനുസരിച്ചാണ് ദൈവം നമ്മോട് ക്ഷമിക്കുന്നത്. നാം ആദ്യം ക്രിസ്തുവിലേക്ക് വരികയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുമെന്നത് വളരെ സത്യമായ കാര്യമാണ്. എന്നാൽ അതിനുശേഷം നാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ജീവിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം തൻ്റെ ക്ഷമ നമ്മിൽ നിന്ന് എടുത്തു കളയും. സ്തോത്രം. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയും ചെയ്യും. സ്തോത്രം. നാം വായിച്ച വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു സത്യം കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ മാത്രം പോരാ, അവരെ സ്നേഹിക്കുകയും വേണം. സ്തോത്രം. നമ്മൾ പറയും മറ്റുള്ളവരോട് ക്ഷമിച്ചു 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 എന്ന്. എന്നാൽ നാം അവരെ സ്നേഹിക്കുന്നുണ്ടോ വാസ്തവമായിട്ട്? സ്തോത്രം. അതായത് ആദ്യം അയൽക്കാരനോട് ക്ഷമിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. സ്തോത്രം. കാണാൻ പറ്റാത്ത ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണുന്ന സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നത് ദൈവം പൊറുക്കുന്ന ഒന്നല്ല. സ്തോത്രം. കാണാൻ പറ്റാത്ത ദൈവത്തെയും കാണുന്ന സഹോദരനെയും ഒരുപോലെ നാം സ്നേഹിക്കണം. സ്തോത്രം. നാം ഇവിടെ ചുരുക്കമായിട്ട്, വളരെ ചുരുക്കമായിട്ടാണ് 5 നിബന്ധനകളാണ് നാം പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചത്. ഒന്നാമതായി, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. സ്തോത്രം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമുക്കത് ലഭിച്ചു എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. 2, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. സ്തോത്രം. നാം പ്രാർത്ഥിക്കുന്ന വിഷയം അത് ദൈവഹിതത്തിനായി നമ്മൾ വിട്ടുകൊടുക്കണം. സ്തോത്രം. ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കണം. നമ്മുടെ ആഗ്രഹമല്ല അവിടെ സാധിക്കേണ്ടത്. 3, യേശു കർത്താവിൻ്റെ നാമത്തിൽ തിരുനാമം മഹത്വത്തിനായി, അത് ദൈവനാമം, ആ വിഷയത്തിന്മേൽ മഹത്വമെടുപ്പാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. 4, ക്രിസ്തുവിലും അവൻ്റെ വചനം നമ്മളിലും വസിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നാം ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മളിലും വസിക്കേണ്ടതിന്. 5,
കയ്പിൻ്റെ അനുഭവം ലവലേശം ഹൃദയത്തിൽ ഇല്ലാതെയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. സ്തോത്രം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഫലിക്കുമെന്നത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്ത ഒരു മാതൃക നാം ഇവിടെ കണ്ടു. ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആമേൻ.